ശ്രീമതി കുമാരി ഗായത്രി ദേവി അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീ മുരളീധരൻ പിള്ള അവർ, സ്വാഗതം അറിയിച്ച രക്ഷാധികാരി ശ്രീ സത്യം പി കെ അവർ, പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അനുമോദനം അറിയിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള വാർഡ് മെമ്പർ ശ്രീ പ്രശാന്ത് ജി അവർ, SSLC വിദ്യാർത്ഥികൾക്ക് അനുമോദനം അറിയിക്കാൻ എത്തിച്ചേർന്ന പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സന്ധ്യ അവർ, വിതരണം ചെയ്യാനായി എത്തിച്ചേർന്നിട്ടുള്ള കൂട്ടായ്മ അംഗമായ ശ്രീ ബിബിൻ മഞ്ജേഷ് അവർ, രക്ഷാധികാരി ശ്രീമതി ഇന്ദിരാദേവി അവർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെ നമ്മൾ സമ്മാനം വാങ്ങാനായിട്ട് ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളെ, രക്ഷാകർത്താക്കളെ, വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിന്റെ ഭാഗമായി സാധിച്ചതിൽ. ഈ ഒരു കൂട്ടായ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് നാട്ടുകാരെല്ലാം ചേർന്നുകൊണ്ട് ആരെയും നിർബന്ധിക്കുന്നില്ല. ആ കൂട്ടായ്മയിലേക്ക് വരുന്നവർക്ക് അറിയിച്ചുകൊണ്ട് നേരത്തെ ഉള്ളതാണ്. കാരണം കൂട്ടായ്മയിൽ മാത്രമേ ആ ഒരു പണം ശേഖരിക്കുന്നവർ പുറത്തായിട്ടുള്ള പിരിവോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തുന്നില്ല. അത് അതുകൊണ്ട് വരുമ്പോൾ നമ്മൾ തരാനായിട്ട് താല്പര്യപ്പെടുന്നതിന് മാത്രമായിരിക്കുമല്ലോ ഞങ്ങൾക്ക് ഉണ്ടാകുക. അതിൽ കൂടാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടെ ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ വലിയ കാര്യമാണ് ഒരു കൂട്ടായ്മ കൊണ്ടുപോവുക, അതിന് തുടർന്ന് പരിപാടികൾ നടത്തുക. അത് എല്ലാവരും ഒത്തുചേർന്ന് ഒരേപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അത് അവർ അങ്ങനെ ചെയ്തു. അത് വലിയ വിജയത്തിൽ ഇപ്പോൾ ഇവിടെ വന്ന് എത്തിച്ചേർന്നൊക്കെയാണ്. പിന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, വളരെയധികം കഷ്ടപ്പെട്ട് നിങ്ങൾ ഈ ഒരു നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുപോലെ തുടർന്നും എക്സാമുകളിൽ വിജയം കൈവരിച്ച് ഇതുപോലുള്ള സമ്മാനങ്ങൾ അർഹരാക്കാനായി സാധിക്കട്ടെ എന്ന് അറിയിക്കുകയാണ്. ഒരു കൂട്ടായ്മയുടെ തുടർന്ന് നിങ്ങളുടെ പ്രോഗ്രാമുകൾ നോക്കാനായി സാധിക്കട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരെയാണ് കൂടെ ഈ ഒരു പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി പ്ലസ് ടു SSLC കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും അവരെ അനുമോദിക്കുന്നതിന് വേണ്ടിയും ഈ വാർഡിലെ മെമ്പർ കൂടിയായ പ്രശാന്ത് അവരെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്ത കുമാരി ഗായത്രി ദേവി, യോഗത്തിൽ സംബന്ധിക്കുന്ന എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ വാർഡ് മെമ്പർ സന്ധ്യ, മറ്റ് കൂട്ടായ്മ അംഗങ്ങളെ, നാട്ടുകാരെ, നമ്മളിവിടെ ഇന്ന് കൂടിയേക്കും ഒരു പ്ലസ് ടു അവാർഡിനാണ്. ഈ മുരഹരി നൃത്ത സംഗീത പഠന കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളുടെ അവാർഡ് ദാനത്തിനാണ് ഇവിടെ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നെ ഇതിൽ ക്ഷണിച്ചതിനുള്ള നന്ദി, സന്തോഷം ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ മുത്തലയുടെ സാംസ്കാരിക രംഗത്ത് ശക്തമായ ഒരു സാന്നിധ്യമായിട്ട് കഴിഞ്ഞ 10 മാസക്കാലമായി മുരഹരി നൃത്ത സംഗീത പഠന കൂട്ടായ്മ അതിൻ്റെ പ്രാഗൽഭ്യം നമ്മൾ കണ്ടുവരുന്നതാണ്. 10 മാസക്കാലമായിട്ട് എല്ലാ മാസവും മുടങ്ങാതെ തന്നെ നിരവധി പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും ഒക്കെ നിരവധി പ്രോഗ്രാമുകൾ ഇവിടെ നടത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ നാടിന് തന്നെ അഭിമാനമായിട്ട് ഈ കൂട്ടായ്മ വളരുകയാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മ വിജയം എന്ന് പറയുന്നത് അതിലെ ഒത്തൊരുമയാണ്. ആ ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല നല്ല പരിപാടികൾ എല്ലാ മാസവും ഇവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അവാർഡ് മേടിക്കാൻ SSLC പ്ലസ് ടു അവാർഡ് മേടിക്കാൻ വന്ന കുട്ടികളെ ഞാൻ അനുമോദിക്കുകയാണ്. നിങ്ങളുടെ ഒരു തുടക്കം മാത്രമാണിത്. നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കരുത്ത് പകരുവാൻ ഈ അവസരങ്ങൾ, ഈ സമ്മാനങ്ങൾ നിങ്ങൾക്കൊരു കരുത്താവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി അനുമോദിക്കുന്നതിന് വേണ്ടി ശ്രീമതി സന്ധ്യ അവരെ ക്ഷണിച്ചോളൂ. ഈ കൂട്ടായ്മയുടെ അധ്യക്ഷൻ വലിയ തരത്തിലുള്ള ഇതിൽ സ്വാഗതം ആശംസിച്ച സത്യൻ പി കെ, ഇന്നത്തെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത കുമാരി ഗായത്രി ദേവി, പിന്നെ അനുമോദനം നൽകാൻ വേണ്ടി എത്തിയ ഈ വാർഡ് മെമ്പർ ശ്രീ പ്രശാന്ത്
രാജീവ് അവർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയിൽ അനുമോദനം ഏറ്റുവാങ്ങാനും ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാനും എത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. പിന്നെ ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി സെക്രട്ടറി ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, കൂട്ടായ്മയിലെ അംഗങ്ങളെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ കൂട്ടായ്മയെക്കുറിച്ച് ഉള്ള ലക്ഷ്യം നമ്മുടെ ബഹുമാനപ്പെട്ട രക്ഷാധികാരി നമ്മുടെ മുമ്പേ പറഞ്ഞിരുന്നു. നമ്മൾ 10 മാസമായി ഈ കൂട്ടായ്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വാർഷികം അടുത്ത സെപ്റ്റംബറിലാണ്. അപ്പോൾ സെപ്റ്റംബറിൽ നല്ലൊരു പരിപാടി കൂടെ ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അകത്ത് നടത്താനിരുന്ന ഒരു പരിപാടിയാണ്. ചില ഭക്തർക്ക് അകത്ത് ഇത് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ വേദിയിലാക്കിയത്. ഇപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ 150 കൂട്ടായ്മ അംഗങ്ങളെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 45 കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളെ നോട്ടുബുക്ക് തൊട്ട് തന്നെ അനുമോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SLC+2 ഡിഗ്രി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഞങ്ങൾ കൂട്ടായ്മയിലെ അംഗങ്ങൾ. തുടർന്ന് ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സഹായിക്കും. ഇതിപ്പോൾ ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. വരും വർഷങ്ങളിൽ ഈ നാട്ടിലെ എല്ലാ ഭക്തരെയും മക്കളുണ്ടെങ്കിൽ എല്ലാവരെയും ഞങ്ങൾ അനുമോദിക്കും. ഇത് ചെറിയൊരു പ്രവർത്തന ശൈലി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചുരുക്കിയ സമയം കൊണ്ട് കുറച്ച് ആളുകളെ കൂട്ടായ്മയിലെ അംഗങ്ങളെ മാത്രം ക്ഷണിച്ചു. അതിന് പുറമെ തന്നെ ഞങ്ങൾ 25ഓളം കുട്ടികളെ കലയ്ക്ക് ദത്തെടുക്കുന്നു. അവരുടെ പൈസ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ നിർവഹിക്കും. അല്ലെങ്കിൽ കൂട്ടായ്മയുടെ അംഗങ്ങൾ സ്പോൺസർ ചെയ്യാനും തയ്യാറുണ്ട്. ഇപ്പൊ തന്നെ വിവിൻ്റെ അമ്മയാണ് നമുക്ക് സ്പോൺസർ ചെയ്തത്. എല്ലാം ഇല്ലെങ്കിൽ തന്നെ അവരെ കൊണ്ട് സഹായിക്കുന്ന തുക ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രോഗ്രാമിന്റെ ഒത്തുചെലവ്. തുടർന്ന് എല്ലാ മാസവും പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ പ്രസിഡന്റ്. എല്ലാ മാസവും 4ാമത്തെ ഞായറാഴ്ച ഞങ്ങൾ അമ്പലത്തിനകത്ത് ഞങ്ങളുടെ പരിപാടി നടത്തുന്നതാണ്. ഒരു അന്നദാനം. അല്ല, ഇപ്പൊ തന്നെ ഞരക്കെടുപ്പുണ്ട് എല്ലാ മാസം. അത് ഈ ഞരക്കെടുപ്പ് ഈ വർഷം നടത്തിയിട്ട് ഞങ്ങൾ നിർത്തും. ഞരക്കെടുപ്പ് മാറ്റിയിട്ട് നമ്മളെ കൂട്ടായ്മയിലെ രോഗം വന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. അവരുടെ മരുന്ന് ഞങ്ങൾ കൂട്ടായ്മയുടെ ചെലവിൽ ഞങ്ങൾ എത്തിക്കും. അതുപോലെ ഞങ്ങളിപ്പം 1-2 വീടുകൾ ഞങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഓരോ വ്യക്തികളെ, ഈ കൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തികൾ. അതൊക്കെ അടുത്ത വാർഷികത്തിന് ഞങ്ങൾ കൊടുക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. അത് ആളിനെ കണ്ടെത്തി ഫലപ്രദമായ ആളുകളെ തിരഞ്ഞെടുത്ത് അത് കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഈ കൂട്ടായ്മയുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ തെക്കോട്ട് മാത്രമല്ല, നമ്മളെ മുഖത്തല ബ്ലോക്കാണ്. ബ്ലോക്കിന്റെ പരിധിയിലാണ് ഈ കൂട്ടായ്മ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5 പഞ്ചായത്ത് ചെയ്യുന്ന ഒരു മുഖത്തല ബ്ലോക്കിനോട് പരിധിയിലുള്ള എല്ലാവർക്കും അംഗത്വം കൊടുക്കാം. ഈ അംഗത്വത്തിൽ എല്ലാവർക്കും പ്രവർത്തിക്കുകയും ചെയ്യാം. അതുപോലെ ഞങ്ങൾ വേറെ പിരിവൊന്നുമില്ലെന്ന് ബഹുമാനപ്പെട്ട സത്യമാണ്, പ്രശ്നമില്ല. പിന്നെ കൂട്ടായ്മ അംഗങ്ങൾ പലരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെയും ഞങ്ങൾ പൈസകൾ സംഭാവനകൾ ചെയ്യും. അല്ലാതെ ഒരു പൈസ പോലും വേറൊരു വ്യക്തിയുടെ കയ്യിൽ, കൂട്ടായ്മ അല്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ ഞങ്ങൾ പൈസ സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ തുടർന്നും നിങ്ങളുടെ സഹായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കിട്ടുക. അതുപോലെ ഈ ചേരാൻ താല്പര്യമുള്ളവർ പ്രവേശനം ഫീസ് 250 രൂപയും എല്ലാ മാസവും 100 രൂപ എന്ന രീതിയിൽ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ഈ ചെറിയ പരിപാടി നടത്തുന്നത്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകർ പറഞ്ഞതുപോലെ ചെറിയ ഒരു പ്രവർത്തന ശൈലിയിലാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അത് അടുത്ത ഒരു വർഷം ആകുമ്പോഴത്തേക്ക് ഇത് വലിയതാണെന്ന് നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പറയും. അതുപോലെ വാർഡുമെമ്പർമാർ 2 പേര് ഈ നാട്ടിലെ അടുത്ത വാർഡുകളാണെങ്കിൽ സ്ഥിരം ഇതിലെ പോകുന്നതാണ്. ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കാണുന്നുണ്ട്. ചില അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ കൈവട്ടാക്കുകളിലെ മെമ്പർ തന്നെ സജീവമായി ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. തുടർന്ന് അടുത്ത പരിപാടിക്ക് ബാക്കിയുള്ള മെമ്പർമാരെയും കൂടെ ഞങ്ങൾ ഇതിനകത്ത് സഹകരിപ്പിച്ച് ഇത് വലിയൊരു പരിപാടിയാക്കി തീർക്കും. ഈ പരിപാടി വന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സഭാരാധ്യായ കുമാരി ഗായത്രി അവരുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അവരുടെ ഈ ശിവപാർവതി ഭജന കൂട്ടായ്മ അംഗങ്ങൾക്കുള്ള ട്രോഫി നൽകുവാനായി ക്ഷണിക്കുന്നു. നെടുങ്കോലം ശിവപാർവതി ഭജൻ ഗ്രൂപ്പിലെ എല്ലാ കലാകാരികളെയും വേദിയിലേക്ക് ഭക്തിപരപൂർവ്വം ക്ഷണിക്കുകയാണ്.
മൊമെന്റോ വിതരണമാണ് അടുത്തത്. ഇത് നൽകുന്നതും ശ്രീ ഗായത്രി ദേവി അവർകളാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2026 നടത്തിയ PG MSW പരീക്ഷയിൽ വിജയിച്ച അമൃത എസ് മൊമെന്റം നൽകുന്നത് ഗായത്രി ദേവി അവർ സ്വീകരിക്കാനായി അമൃത എസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2026 നടത്തിയ PG MSW പരീക്ഷയിൽ വിജയിച്ച അമൃത. അടുത്തത് സംസ്ഥാന കലോത്സവ പ്രതിഭ, കർണാട്ടിക് മ്യൂസിക്, ഫോക്ക് ഡാൻസ് എന്നിവയിൽ സമ്മാനം ലഭിച്ച റോണിക് എസ് കാന്ത് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെന്റം നൽകുന്നത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ ഗായത്രി, സ്വീകരിക്കുന്നത് റോണിക്കിന്റെ അമ്മൂമ്മയാണ്. ജില്ലാ കലോത്സവ വിജയി അവന്തിക രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. ജില്ലാ കലോത്സവ വിജയി അവന്തിക രാജേന്ദ്രന് മൊമെന്റം നൽകുന്നത് കുമാരി ഗായത്രി ദേവി അവർകളാണ്. അത് സ്വീകരിക്കുന്നതിലേക്ക് കുമാരി അവന്തിക രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. അടുത്തത് ജില്ലാ കലോത്സവ വിജയി അനഘ എസ് രാജേഷിന് ട്രോഫി നൽകുന്നത്, മൊമെന്റം നൽകുന്നത് ശ്രീ പ്രശാന്ത് അവർകളാണ്. ജില്ലാ കലോത്സവ വിജയി അനഘ എസ് രാജേഷിനുള്ള ട്രോഫി ശ്രീ പ്രശാന്ത് അവർകൾ നൽകുന്നു. അടുത്തതായി കലോത്സവ വിജയി തന്മയ കൃഷ്ണൻ, ജില്ലാ കലോത്സവ വിജയി തന്മയ കൃഷ്ണനുള്ള മൊമെന്റം ശ്രീ പ്രശാന്ത് അവർകൾ നൽകുന്നു. അത് സ്വീകരിക്കാനായി തന്മയ കൃഷ്ണൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തന്മയ കൃഷ്ണൻ. അടുത്തത് 10ാം ക്ലാസ്സിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്കുള്ള അംഗീകാരങ്ങൾ നൽകുന്നത് ശ്രീമതി സന്ധ്യ അവർകളാണ്. അശ്വിൻ RS 10ാം ക്ലാസ്സിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ അശ്വിൻ RS നൽകുന്നത് വാർഡ് മെമ്പർ സന്ധ്യ അവർകൾ. പുണ്യ SR 10ാം ക്ലാസ്സിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ പുണ്യ SRനുള്ള മൊമെന്റം സന്ധ്യ അവർകൾ നൽകുന്നു. പുണ്യ. പ്രണവ് DR 10ാം ക്ലാസ് ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രണവ് DRനുള്ള മൊമെന്റോ വാർഡ് മെമ്പർ സന്ധ്യ അവർകൾ നൽകുന്നു. രാധിക കൃഷ്ണൻ 10ാം ക്ലാസ്സിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കൂട്ടായ്മ അംഗങ്ങളാണ്, അംഗങ്ങളുടെ മക്കളാണ് ഇവരെല്ലാം. രാധിക കൃഷ്ണൻ അവർക്കുള്ള അംഗീകാരം നൽകുന്നത് ശ്രീമതി സന്ധ്യ അവർകളാണ്. അഭിറാം RSനുള്ള അംഗീകാരം നൽകുന്നത് 10ാം ക്ലാസ്സിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ അഭിറാമിനെ ക്ഷണിക്കുന്നു. നൽകുന്നത് ശ്രീ പ്രശാന്ത് അവർകൾ. അവന്തിക രാജേന്ദ്രൻ 'നുള്ള അംഗീകാരം പ്രശാന്ത് അവർക്ക് നൽകുന്നു. +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹൃദയ സജീവിനുള്ള മൊമെന്റോ ബിപിൻ മഞ്ചേഷ് അവർ കൃഷ്ണകുമാരി അവർ നൽകുന്നു. ഹൃദയ സജീവനാണ് മൊമെന്റം നൽകിയത്. അടുത്തത് നോട്ട്ബുക്ക് വിതരണമാണ്, പഠനോപകരണ വിതരണങ്ങളാണ്. കാശിനാഥനുള്ള പഠനോപകരണം നൽകുന്നത് ബിപിൻ മഞ്ചേഷിന്റെ അമ്മ. അടുത്തതായി ഗണേഷ് മകൻ
ഗണേഷിന്റെ മകൾ മകൾക്കാണ് പഠനോപകരണം നൽകുന്നത്. അടുത്തായി സൗരവ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൗരവിന് പഠനോപകരണം നൽകുന്നു. അടുത്തതായി ആദിക്, എല്ലാം LP വിഭാഗമാണ്. നൈനിക്കാണ് അടുത്തത്. രമേശ്, LP ആണ്. രമേശ് LP വിഭാഗം. ശ്രീനന്ദ LP വിഭാഗം. ആരാധ്യ LP വിഭാഗം. LP വിഭാഗം. അതിഥി LP വിഭാഗം. 4ാം ക്ലാസ് പഠിക്കുന്നു. LP വിഭാഗം. അദ്വൈത് LP വിഭാഗം. LP വിഭാഗം. ആരവ് LP വിഭാഗം. LP വിഭാഗം. രമേശ്. ഇനി നോട്ട്ബുക്ക് ഞങ്ങളുടെ പ്രസിഡന്റാണ് നടത്തുന്നത്. LP വിഭാഗം. രമേശ്, മകൻ രുദ്രാജ്. അടുത്തത് UP വിഭാഗമാണ്. ഹാർദിക്, 5ാം ക്ലാസ്. അടുത്തത് അദ്വൈത്, 7ാം ക്ലാസ്. അദ്വൈത്. ആരാധ്യ, 6ാം ക്ലാസ്. ആരാധ്യ. അരുൺ. ദിവ്യ, 6ാം ക്ലാസ്. ദിവ്യ. കാശിനാഥ്, UP. ശ്രീജയുടെ മകനാണ്. ദർശന പ്രമോദ് UP ആണ്. അയാൻ, UP. അയാൻ. അയാൻ 10ാം ക്ലാസ്. HS വിഭാഗം. വൈഷ്ണവി. ആര്യ, 10ാം ക്ലാസ്. അഭിനന്ദ്, 8ാം ക്ലാസ്. വിദ്യ വിജയകുമാർ. അഭിരാമി. അമീന, 8ാം ക്ലാസ്. അനീന, 10ാം ക്ലാസ്. അത് കഴിഞ്ഞ് അനീന. തന്മയ കൃഷ്ണൻ. അനഘ. സൂര്യ. അഞ്ചു. രോഹിത്. ശ്രീബാല. വിദ്യ, 6ാം ക്ലാസ്. പേര് വിളിക്കുന്നു.
കേരള